നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് മോനിഷ. ആദ്യ സിനിമ നഖക്ഷതങ്ങളിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ മോനിഷ അഭിനയത്തിനൊപ്പം നൃത്തത്തിലും മികവ് പുലർത്തി. തിരക്കേറിയ നടിയായി കരിയറിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ 21-ാം വയസ്സിൽ വാഹനാപകടത്തിൽ മോനിഷ മരിക്കുന്നത്. സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയായിരുന്നു അത്. അമ്മ ശ്രീദേവി അപകടത്തിൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മകളുടെ മരണം ശ്രീദേവിയെ തകർത്തു കളഞ്ഞു. ശ്രീദേവിയുടെ ലോകം തന്നെ മോനിഷയായിരുന്നു. ഇന്ന് മോനിഷയെക്കുറിച്ചാണ് ശ്രീദേവി എല്ലാ അഭിമുഖങ്ങളിലും സംസാരിക്കാറ്. സിനിമാ ലോകത്തെ വലിയ ഭാവിയുണ്ടായിരുന്ന നടിയായതാണ് സംവിധായകർ മോനിഷയെ കണ്ടത്. മോനിഷയുടെ മരണത്തെക്കുറിച്ച് ഗായകൻ MG ശ്രീകുമാർ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ജ്യോതിഷത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് MG ശ്രീകുമാർ മോനിഷയുടെ കാര്യം പരാമർശിച്ചത്. സമയത്തിലും രാശിയിലും വലുതായി വിശ്വസിക്കുന്ന ആളല്ല. ജ്യോത്സ്യനെ പോയി കാണാറില്ല. അത് നമ്മുടെ സമാധാനം മാത്രമാണ്. നമുക്ക് വരേണ്ടത് വരും, കിട്ടേണ്ടത് കിട്ടും. ഒരടിയാണ് കിട്ടേണ്ടതെങ്കിൽ അത് വഴിയിൽ തങ്ങില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മോനിഷ കല്യാണം കഴിച്ച 2 കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞാണ് മരിച്ചത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രവചിക്കാൻ പറ്റില്ലെന്നും MG ശ്രീകുമാർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. മരിച്ച മാസങ്ങൾക്ക് ശേഷം മോനിഷ സ്വപ്നത്തിൽ വന്ന അനുഭവം നടൻ മണിയമ്പിള്ള രാജു മുമ്പൊരിക്കൽ പങ്കുവച്ചിരുന്നു. ഉറങ്ങുമ്പോൾ ശബ്ദം കേട്ടു. മോനിഷ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അമ്മ പർച്ചേസിന് പോയതാണെന്ന് പറഞ്ഞു. വെള്ളയിൽ വലിയ സൂര്യകാന്തി പൂവുള്ള ചുരിദാറാണ് അവർ ധരിച്ചിരുന്നത്. കറണ്ട് പോയി. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. വീർത്തുപോയി. പിറ്റേന്ന് മിന്നാരത്തിൻ്റെ ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ മോഹൻലാലിനോട് പറഞ്ഞു. മോഹൻലാൽ ഞെട്ടിപ്പോയി. കമലദളത്തിൻ്റെ ഫംഗ്ഷന് വന്നപ്പോൾ ഇങ്ങനൊരു ചുരിദാർ ധരിച്ചാണ് അവർ വന്നിരുന്നത്. അവർ താമസിച്ചിരുന്നത് ഈ 505-ാം മുറിയിൽ ആയിരുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. തൊട്ടടുത്തുള്ള 504-ാം റൂമിലാണ് തലേന്ന് രാത്രി താൻ താമസിച്ചിരുന്നതെന്നും മണിയമ്പിള്ള രാജു വ്യക്തമാക്കിയിരുന്നു. 1992 ഡിസംബർ 5-ാം തീയതിയാണ് മോനിഷ മരിച്ചത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മോനിഷയെ മറക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല. കരിയറിലെ ചുരുങ്ങിയ കാലം കൊണ്ട് ഹരിഹരൻ, കമൽ, സിബി മലയിൽ തുടങ്ങി പ്രഗത്ഭരുടെ സിനിമകളിൽ അഭിനയിക്കാൻ മോനിഷയ്ക്ക് കഴിഞ്ഞു. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുമ്പോൾ 16 വയസ്സായിരുന്നു മോനിഷയുടെ പ്രായം. മോനിഷയുടെ അമ്മ ശ്രീദേവി ഉണ്ണി അഭിനയ രംഗത്ത് ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കാറുണ്ട്. മകൾക്ക് വേണ്ടിയാണ് ഡാൻസിലേക്ക് തിരിച്ചു വന്നത്. തൻ്റെ വാക്കുകൾ പോലും മരിച്ചുപോയ മകൾക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് ഒരു അഭിമുഖത്തിൽ ശ്രീദേവി ഉണ്ണി മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.